ഹലോ, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നഗറ്റ്സ് ഞാനിവിടെ എയർ ഫ്രയറിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചോപ്പറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി ആദ്യം. ഞാനൊന്ന് ജസ്റ്റ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതാണ് കേട്ടോ, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ജീരകം പൊടിച്ചത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഞാൻ നിറച്ചെടുത്തിട്ടില്ല, സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോയാ സോസ് ഒഴിച്ചത് കൊണ്ട് നമുക്ക് ഉപ്പ് കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ, അതിൽ ഓൾറെഡി ഉപ്പുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും ഞാൻ ഒരു 3/4 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ ചോപ്പറിലിട്ടാണ് കേട്ടോ ഈ മസാലയും കൂടെ ഒന്ന് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് ഈ ചിക്കൻ്റെ അരച്ചത് മാറ്റിയിട്ട് അതിലേക്ക് ഈ മസാല ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ മിക്സിയിലെ ജാറിലിട്ട് ആക്കിയാലും മതിയാവും. അതിലേക്ക് ഞാനൊരു 4 ബ്രെഡ് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മൊത്തം ഞാൻ ആഡ് ചെയ്യുന്നില്ല, ഒരു പകുതിയോളം. എനിക്കൊരു 400 ഗ്രാമോളം ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനൊരു 3 ബ്രെഡോളം മതിയാവും. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന ചിക്കൻ അനുസരിച്ച് നിങ്ങൾ ബ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ അരച്ചതെല്ലാം കൂടെ നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഒത്തിരി അങ്ങ് ഒട്ടിപ്പിടിക്കുന്ന പരുവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബ്രെഡ് ക്രംസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 3 ബ്രെഡ് കൂടുതലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മിക്സ് ചെയ്ത ചിക്കൻ നമുക്ക് ഒരു ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു എണ്ണ തടവിയിട്ട് നിങ്ങളൊരു പ്ലേറ്റിലായാലും വെച്ചാൽ മതി. അതൊന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് കട്ടിക്ക് പരത്തരുത്, കാരണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് ചിക്കൻ ആണല്ലോ, അപ്പോൾ അതിന് നല്ല വേവ് വേണം. അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ഒരുപാട് അങ്ങ് തിന്നായി പോവരുത്, എന്ന് ഒരുപാട് തിക്കായി പോവാത്ത ഒരു മീഡിയം പരുവത്തിൽ കുറച്ചൊന്ന് നൈസായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു സ്ക്വയർ മോഡലിലാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് നഗറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ ഒരു കട്ടിക്കാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇത് 2-3 മണിക്കൂർ നമുക്ക് ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം. കാര്യം നമ്മളിത് മുട്ടയുടെ ബാറ്ററിലിട്ട് ഒന്ന് മുക്കിയാണല്ലോ എടുക്കുന്നത്. ആ സമയത്ത് നന്നായിട്ട് കുഴഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പാല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലെക്സ് ഒന്ന് പൊടിച്ചെടുക്കാം. കോൺഫ്ലെക്സിൻ്റെ കൂടെ ഞാൻ ഈ ബാക്കി വന്ന ഈ ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം.
ഇനി നമുക്ക് നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ചിരുന്ന ആ ചിക്കൻ ഈ മുട്ടയുടെ ബാറ്ററിലിട്ട് ഒന്ന് മുക്കിയിട്ട് കുറച്ച് കോൺഫ്ലെക്സിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും കൂടെ മിക്സ് ചെയ്ത ആ ഒരു മിക്സിൽ നമുക്ക് ഇട്ടൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ചിക്കൻ നഗറ്റ്സ് നമുക്ക് ഇതുപോലെ ബാറ്ററിലൊക്കെ ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരാഴ്ചയോളം സൂക്ഷിച്ച് വെക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നമുക്ക് സ്നാക്സ് ബോക്സിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നഗറ്റ്സ് കൊടുത്തുവിടാൻ പറ്റും ഇതുപോലെ ഉണ്ടാക്കിയാൽ. അല്ലാതെ നമ്മൾ ഫ്രോസൺ വാങ്ങിക്കുന്നതിനേക്കാളും ഒത്തിരി ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ. എന്നിട്ട് എയർ ഫ്രയറിലാണ് കേട്ടോ ഞാനത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എയർ ഫ്രയർ ഞാൻ ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 5 മിനിറ്റ്സ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിവിടെ ഒരു 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ കുറച്ചൊന്ന് ഓയിലോ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ചൊന്ന് ഹാർഡായി പോകും. ഒട്ടും നമ്മൾ ഓയിൽ യൂസ് ചെയ്തില്ലെങ്കിൽ കുറച്ചൊന്ന് ഹാർഡായി പോകും. അതുകൊണ്ട് നമ്മൾ ഞാനിങ്ങനെ ജസ്റ്റ് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് തിരിച്ചിട്ടിട്ടാണ് കേട്ടോ. നമ്മൾ എയർ ഫ്രയറിലായാലും ഏതിലായാലും കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എല്ലാ സൈഡും നന്നായിട്ട് കുക്കായി വരും. എന്നിട്ട് ഞാനൊരു 10 മിനിറ്റ്സും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 25 മിനിറ്റ്സ് ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ അധികം ഓയിലൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നഗറ്റ്സ് ആണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നഗറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.